ഹലോ, ഇന്നത്തെ വീഡിയോയെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോയാണ് കേട്ടോ. അന്ന് വാപ്പിക്കൊക്കെ ഒരു പെരതാമസം ഉണ്ടായിരുന്നേ. അതുകൂടാതെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെരതാമസത്തിന് പോകുമ്പോഴത്തേക്കും റയ്യാനെയും പാച്ചുവിനെയും കൊണ്ടുപോകാമെന്ന് വാപ്പി പറഞ്ഞേ. അങ്ങനെ അവരന്ന് വേഗം ഒന്ന് ഒരുക്കിയെടുക്കുവാണ് കേട്ടോ. അങ്ങനെ റയ്ഹാക്കും പാച്ചുവിനും ഇഷ്ടപ്പെട്ട ഉടുപ്പുകൾ അവർ തന്നെ സെലക്ട് ചെയ്ത് പാച്ചു ഡ്രസ്സൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. റയ്യാക്ക് പിന്നെ എന്നോട് പറഞ്ഞു ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് അവളൊന്ന് ഒരുക്കിയെടുക്കുവാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഒരുങ്ങി കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കാണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുങ്ങുന്ന സമയത്ത് ചീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആളോട് പറഞ്ഞ് അവൾ ചീപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് അവൾക്ക് രണ്ട് ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കാറില്ലേ. ഇത്തിരിയെങ്കിലും ഒന്ന് അഴിഞ്ഞു പോയാൽ ഒന്ന് മുറുക്കിത്താന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തലക്ക് സ്വൈര്യം തരില്ല കേട്ടോ അവള്. അതുകൊണ്ട് തന്നെ നീ അല്ലാണ്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ ഇന്ന് പെരുതാമസത്തിന് പോകണമല്ലേ, ആളൊന്ന് നന്നായിട്ടൊന്ന് ഒരുക്കി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ഭാഗത്തായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ പാച്ചു ആണെങ്കിലോ കുഞ്ഞാവിനെ തൊട്ടിയിട്ട് നല്ല ആട്ടലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് എൻ്റെ നോട്ടം അങ്ങോട്ടോടി പോകുന്നുണ്ട്. നമ്മളെ അമ്മമാർക്കൊക്കെ പെൺപിള്ളേരെ ഒരുക്കിയെടുക്കാനൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ടൈമില്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ റയ്യാനിപ്പോൾ വലിയ കാര്യമായിട്ട് ഒരുക്കാറും പിടിക്കാറൊന്നുമില്ല കേട്ടോ. ആൾക്കും ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയൊക്കെ പറയും എൻ്റെയും സ്വഭാവം ഇതൊക്കെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയേ. എനിക്കാണെങ്കിൽ കയ്യിലൊരു ഹാൻഡ് ബാഗും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹാഫ് സാരിയും ചുറ്റിക്കൊണ്ടാണ് കേട്ടോ ഞാൻ നടക്കാറ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഉമ്മച്ചി കളിയാക്കാറുണ്ട്. അപ്പോൾ നിൻ്റെ മോളല്ലേ, എങ്ങനെ അതിൽ മാറ്റം വരുമെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അങ്ങനെ രണ്ട് വശത്തൊക്കെ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന രണ്ട് സ്ലൈഡും കൂടി അവൾക്ക് തലയിൽ കുത്തിക്ക് കൊടുത്തു കേട്ടോ. ഒരുങ്ങി തീർന്നതിന് മുമ്പേ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിലേക്ക് ഓടുന്നതാണ് കേട്ടോ കാണാറ്. അങ്ങനെ പിന്നെ ആൾക്ക് കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കി കൊടുക്കുവാണേ. എൻ്റെ പാച്ചുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ടൊക്കെയുള്ള അമ്മൂമ്മമാരൊക്കെ എഴുതുന്ന പോലെ കൈവച്ചിട്ടാണ് കേട്ടോ എഴുതി കൊടുക്കാറ്. ഇപ്പം പിന്നെ അതൊക്കെ മാറ്റിയിട്ടോ. അങ്ങനെ നമ്മുടെ റയ്യായും പാച്ചുമൊക്കെ സുന്ദരനൊക്കെ ആയിട്ടുണ്ടേ. പെരതാമസം കഴിഞ്ഞ് വന്നതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഈ കാണിക്കുന്നത് മൊത്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ.